കാർഷിക വാർത്തകൾ. രാജ്യത്തെ തേയില വ്യാപാര രംഗത്ത് വീണ്ടും അനിശ്ചിതത്വം. രാജ്യവ്യാപകമായി നടപ്പാക്കാനിരുന്ന പുതിയ വെബ് അധിഷ്ഠിത തേയില ലേല പ്ലാറ്റ്ഫോമിന്റെ തുടക്കം ടീ ബോർഡ് താൽക്കാലികമായി മാറ്റിവെച്ചു. രാജ്യത്തെ തേയില ലേല സംവിധാനം പൂർണ്ണമായി ഡിജിറ്റലാക്കാനുള്ള നീക്കത്തിൽ നിർണായക മാറ്റവുമായി ടീ ബോർഡ് പുതിയ വെബ് അധിഷ്ഠിത തേയില ലേല പ്ലാറ്റ്ഫോമിന്റെ നടപ്പാക്കൽ താൽക്കാലികമായി മാറ്റിവെച്ചതായി അധികൃതർ അറിയിച്ചു. കൊൽക്കത്ത ആസ്ഥാനമായ ടീ ബോർഡ് ഈ വർഷം ഫെബ്രുവരിയിലാണ് രാജ്യവ്യാപക ഡിജിറ്റൽ ലേല സംവിധാനത്തിനായി ടെൻഡർ ക്ഷണിച്ചത്. നിലവിലെ ഈ ലേല സംവിധാനത്തിനു പകരമായി കൂടുതൽ ഏകീകൃതവും ആധുനികവുമായ പ്ലാറ്റ്ഫോം കൊണ്ടുവരാനായിരുന്നു പദ്ധതി. അസം ഉൾപ്പെടെയുള്ള പ്രധാന തേയില ഉൽപ്പാദക മേഖലകളിൽ നിന്ന് പുതിയ സംവിധാനത്തെക്കുറിച്ച് ആശങ്കകളും ചർച്ചകളും ഉയർന്നിരുന്നു. നേരത്തെ ജോർഹട്ട് ഇ മാർക്കറ്റ് പ്ലേസ് അടച്ചുപൂട്ടിയതും പുതിയ പാൻ ഇന്ത്യ ഡിജിറ്റൽ ലേല ചട്ടക്കൂടിന്റെ ഭാഗമായിരുന്നു. പുതിയ പ്ലാറ്റ്ഫോമിന്റെ സാങ്കേതിക പ്രവർത്തനം, വിപണി പങ്കാളികളുടെ തയ്യാറെടുപ്പ്, സംവിധാനത്തിന്റെ സ്ഥിരത എന്നിവ കൂടുതൽ വിലയിരുത്തിയ ശേഷമേ അടുത്ത തീരുമാനമുണ്ടാകൂ എന്നാണ് സൂചന. അതുവരെ നിലവിലെ തേയില ഇ ലേല സംവിധാനം തുടരുമെന്ന് ടീ ബോർഡ് വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിള ഇൻഷുറൻസും നഷ്ടപരിഹാരവും കാത്ത് ആയിരക്കണക്കിന് കർഷകർ. വിവിധ കാർഷിക പദ്ധതികളിലായി സർക്കാർ നൽകാനുള്ള കുടിശ്ശികയുടെ കണക്കുകൾ നിയമസഭയിൽ അവതരിപ്പിച്ച് കാർഷിക വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഇൻഷുർ ചെയ്ത കർഷകരിൽ 2025 മുതൽ ഇതുവരെയായി 10,026 കർഷകർക്ക് 32,73 ലക്ഷം രൂപ കുടിശ്ശികയായി നൽകാനുണ്ടെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിലും 45,90 ലക്ഷം രൂപയുടെ കുടിശ്ശിക നിലവിലുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഇൻഷുറൻസ് എടുത്തിട്ടില്ലാത്ത കർഷകർക്ക് പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ പദ്ധതിയിലൂടെ നൽകേണ്ട നഷ്ടപരിഹാരത്തിൽ 2021 മുതൽ കുടിശ്ശിക തുടരുകയാണ്. ഈ ഇനത്തിൽ മാത്രം 90 കോടി രൂപ വിതരണം ചെയ്യാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കർഷക കടാശ്വാസ കമ്മീഷൻ അനുവദിച്ച തുകയിൽ സർക്കാരിന്റെ വിഹിതം നൽകാത്തതിനാൽ നിരവധി കർഷകർക്ക് പ്രമാണങ്ങൾ ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. ഈ വിഭാഗത്തിൽ 277 കോടി രൂപയുടെ കുടിശ്ശിക നിലവിലുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം കർഷക കടാശ്വാസ ക്ഷേമനിധി ബോർഡിൽ 12,000 കർഷകർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും കർഷകരിൽ നിന്ന് അംശാദായം സ്വീകരിച്ച ശേഷം സർക്കാർ നൽകേണ്ട വിഹിതം ഇതുവരെ 1 രൂപ പോലും അടച്ചിട്ടില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഫയൽ 3 വർഷത്തിലേറെയായി മുൻ സർക്കാരിന്റെ പരിഗണനയിൽ കിടന്നിരുന്നുവെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.